ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ഇക്ബാൽ, ബഹുമാനപ്പെട്ട ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ശ്രീ ആര്യാടൻ മുഹമ്മദ് നിയമസഭയിൽ എൻ്റെ ഗുരുനാഥനായിരുന്നു. എൻ്റെ നിയമസഭാ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് ഞാൻ കരുതുന്ന 2006 മുതൽ 2011 വരെയുള്ള 5 വർഷക്കാലം നിയമസഭയിലെ പ്രതിപക്ഷത്തെ രണ്ടാം ബെഞ്ചിൽ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ 5 വർഷക്കാലം ഇരുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിയമസഭയിലെ കൗശലങ്ങൾ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രീ കെ.സി. വേണുഗോപാലിനോടും അദ്ദേഹത്തിന് ഭയങ്കരമായ വാത്സല്യമായിരുന്നു. ഞങ്ങൾ അന്നത്തെ ചെറുപ്പക്കാരെ മുഴുവൻ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയ ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥനായിരുന്നു ശ്രീ ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ മണ്ണിലാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത്. ഇവിടെ നമ്മൾ നേടിയെടുക്കുന്ന ഈ ഉജ്ജ്വലമായ വിജയം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. നിങ്ങൾ നൽകുന്ന, ആര്യാടൻ ഷൗക്കത്തിന് നൽകുന്ന ഈ വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു. 2026 100-ലധികം സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു. 9 വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന സുദിനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. ഇപ്പം 4ാം വാർഷികം കഴിഞ്ഞേ ഉള്ളൂ. 4ാം വാർഷികത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം എന്തായിരുന്നു? വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി, അല്ലേ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഈ വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയപ്പോൾ ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ പറഞ്ഞത് കടൽ കൊള്ള എന്നായിരുന്നു. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് എന്നായിരുന്നു. അത് വകവയ്ക്കാതെ 4000 പേജുള്ള പാരിസ്ഥിതികാഘാത പഠനം നടത്തി പാരിസ്ഥിതിക അനുമതി വാങ്ങിച്ച് 700 കോടി രൂപ മുടക്കി സ്ഥലം അക്വയർ ചെയ്ത് നിർമ്മാണ ഉദ്ഘാടനം നടത്തി കൗണ്ട് ഡൗൺ ചെയ്ത് ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് പോയി. 2019 തീരേണ്ട ഈ പദ്ധതി 2025 പിണറായി വിജയൻ തീർന്നത്. കടൽ കൊള്ളയായിരുന്ന 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കടൽ വിപ്ലവമായി മാറി. കടൽ വിപ്ലവം, കടൽ കൊള്ള. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കടൽ കൊള്ള, ഇപ്പോൾ കടൽ വിപ്ലവം. ഓന്തിൻ്റെ പോലെ നിറം മാറുന്ന ഒരു സർക്കാർ ഈ സംസ്ഥാനത്ത് മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അത് ഉമ്മൻചാണ്ടി സർക്കാരിന് അവകാശപ്പെട്ടതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അവകാശവാദം, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ പെടുത്തി പണിയുന്ന നാഷണൽ ഹൈവേ. എന്തൊരു റെയിലിൻ്റെ ബഹളമായിരുന്നു! എന്തായിരുന്നു അവകാശവാദങ്ങൾ? ഈ സർക്കാരിൻ്റെ പൊള്ളയായ അവകാശവാദങ്ങളുടെ ചീട്ടുകൊട്ടാരം പോലെ ഈ ഹൈവേ നിലംപതിച്ചു. ഇപ്പം മിണ്ടുന്നില്ല, ഇപ്പം ഒന്നും പറയുന്നില്ല. ശ്രീ കെ.സി. വേണുഗോപാൽ ഇവിടെ പറഞ്ഞു, കോടികളുടെ അഴിമതിയാണ്, കോടികളുടെ അഴിമതി. 2000 കോടി രൂപയ്ക്ക് ഒരു സെക്ടറിൽ കോൺട്രാക്ട് കിട്ടിയ പ്രിൻസിപ്പൽ കോൺട്രാക്ടർ അത് 984 കോടി രൂപയ്ക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു. അപ്പോൾ പ്രിൻസിപ്പൽ കോൺട്രാക്ടറിന് ഒറ്റയടിക്ക് കിട്ടിയത് 1000 ചില്ലാൻ കോടി രൂപ. ഇതുപോലുള്ള അഴിമതിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പാലാരിവട്ടം പാലത്തിന് നമ്മുടെ കാലത്ത് തുടങ്ങി പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൂർത്തീകരിച്ച പാലാരിവട്ടം പാലത്തിന് ഒരു അപാകതയുണ്ട് നിർമ്മാണത്തിൽ എന്നൊരു റിപ്പോർട്ട് മാത്രം. ആ പാലം തകർന്നു വീണില്ല. എന്തൊരു പ്രചരണമായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാർ! അന്നത്തെ മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് കേസിൽ പ്രതിയാക്കി.
എവിടെ പോയി മിസ്റ്റർ പിണറായി വിജയൻ? കോടിക്കണക്കിന് രൂപയുടെ ഈ റോഡ് കേരളം മുഴുവൻ തകർന്നു വീഴുമ്പോൾ ഒരു പരാതിയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ BJP സർക്കാരിന്റെ മുന്നിൽ മുട്ടുമടക്കി ഓച്ചാനിച്ചു നിൽക്കുകയാണ്. ഭയന്നിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഭയന്നിട്ട് നിങ്ങൾ ഒരു വാക്ക് ഈ കേന്ദ്ര സർക്കാരിനെതിരായി, നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരായി നിങ്ങളൊന്ന് ചുണ്ടനക്കിയോ? കുഴപ്പമില്ലെന്ന് പറയുന്നു. കുഴപ്പമില്ല. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുടെ സ്തൂപമാണ് തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രിയുടെ പറഞ്ഞു കേരളത്തിൽ ഒരു ധനപ്രതിസന്ധിയില്ല. കേരളത്തിൽ ധനപ്രതിസന്ധിയുണ്ട് എന്ന് പറയുന്നത് വികസന വിരുദ്ധരാണ്. കേരളത്തിൽ ധനപ്രതിസന്ധിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള ഒരു അപേക്ഷ, ആശുപത്രിയിൽ മരുന്നില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട് സർക്കാർ. അതുകൊണ്ടാണ് വിതരണക്കാർ മരുന്ന് കൊടുക്കാറ്. ആദ്യം ആ പൈസ ഒന്ന് കൊടുക്കണം. രണ്ടാമത്, മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല. കോടികളാണ് സപ്ലൈകോയുടെ വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത്. ആ പണം ഒന്ന് കൊടുക്കണം. ആ ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ ആ പാവങ്ങളുടെ ഓണറേറിയം ഒന്ന് വർദ്ധിപ്പിക്കണം. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ഒരു 60,000 കോടി ഒന്ന് കൊടുക്കണം. അംഗൻവാടി ജീവനക്കാരുടെ ആനുകൂല്യങ്ങളൊന്ന് കൊടുക്കണം. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യം കൊടുക്കണം. കാരുണ്യ പദ്ധതിയിൽ കാർഡ് എടുക്കുന്നില്ല ആശുപത്രിയിൽ, അതിൻ്റെ ഒരു 1800 കോടി കൊടുക്കാനുണ്ട്. അതെല്ലാം ഒന്ന് കൊടുക്കണം. അതും പോട്ടെ, സ്കൂളിലെ പാവപ്പെട്ട പാചക തൊഴിലാളികൾ, അവർക്ക് ശമ്പളം കൊടുത്തിട്ട് 3 മാസമായി. ആ ശമ്പളം ഒന്ന് കൊടുക്ക്. നിങ്ങൾ കൊടുക്കാനുള്ള തുക ഏകദേശം 1.5 ലക്ഷം കോടിയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ കേരളത്തിൻ്റെ ആകെ പൊതുക്കടം 1.5 ലക്ഷം കോടി. 2026 ഇവർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ കേരളത്തിൻ്റെ ആകെ കടം 6 ലക്ഷം കോടി. കേരളത്തെ പാപ്പരാക്കിയ, കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ, ജനജീവിതം ദുരിതപൂർണമാക്കിയ സർക്കാർ. KSRTC പൂട്ടാറായി. KSEB 3 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. ഇപ്പം കൂട്ടി ഏപ്രിലിൽ. ഇന്നലെ റെഗുലേറ്ററി അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്നു 32 പൈസ കൂടി യൂണിറ്റിന് കൂട്ടണമെന്നാണ്. ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ സർക്കാർ, കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ, കൊള്ളക്കാരുടെ സർക്കാർ, ഇവരെയാണ് ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോകുന്നത്. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ നടത്തുന്ന പ്രതികരണമാണ് ഈ സർക്കാരിനെതിരായുള്ള ഏറ്റവും വലിയ പ്രതിഷേധത്തിൻ്റെ ശബ്ദം. 19-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന് ഫലം പുറത്തു വരുമ്പോൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടു കൂടി ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണം. ഈ അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ മുഴുവൻ പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്തിമമായ വിജയം നമ്മുടേതാണ്. അത് ഉജ്ജ്വലമായ വിജയമായിരിക്കും, ഒരു സംശയവും വേണ്ട. പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അവർ സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനായ ശ്രീ യോഗം ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാൽ ഉൾപ്പെടെ വേദിയിൽ അണിനിരന്നിട്ടുള്ള സമുന്നതരായ നേതാക്കൾ, ഈ സദസ്സ് കണ്ടാലറിയാം വോട്ട് ചെയ്ത് എണ്ണിത്തീരുമ്പോൾ നിലമ്പൂരിൽ എന്ത് സംഭവം